PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിച്ചു വരുന്നൊരു മേഖലയാണ് റിട്ടുകൾ. നമുക്ക് അവയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 32നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായും 5 തരം റിട്ടുകളാണ് പറയുന്നത്. നമുക്ക് അവയെക്കുറിച്ച് പരിശോധിക്കാം. ഒന്നാമത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ്. അതിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരെയാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ഈ റിട്ട് വഴി ആവശ്യപ്പെടുന്നു. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിട്ടാണിത്. മാൻഡമസ്, ഞങ്ങൾ കൽപ്പിക്കുന്നു. ഒരു പൊതുപ്രവർത്തകനോ ഭരണഘടനാ സ്ഥാപനമോ അവരുടെ ഔദ്യോഗിക കർത്തവ്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഇത് പുറപ്പെടുവിക്കാൻ ആകില്ല. പ്രൊഹിബിഷൻ, തടയുക എന്നർത്ഥം. ഉയർന്ന കോടതി അഥവാ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കീഴ്ക്കോടതിക്കെതിരെ അവരുടെ അധികാരപരിധി ലംഘിച്ച് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണിത്. ഒരു കേസിൽ വിധി വരുന്നതിന് മുൻപാണ് ഇത് നൽകുക. സെർഷ്യോററി, അർത്ഥം കൂടുതൽ വിവരങ്ങൾ അറിയുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക. കീഴ്ക്കോടതികൾ അധികാരപരിധി ലംഘിച്ചോ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായോ നൽകിയ വിധിന്യായങ്ങൾ റദ്ദാക്കാനും ആ കേസ് ഉയർന്ന കോടതിയിലേക്ക് മാറ്റാനും ഇത് ഉപയോഗിക്കുന്നു. കേസിൽ വിധി വന്നതിന് ശേഷമാണ് ഇത് പുറപ്പെടുവിക്കുക. കോ വാറന്റോ, എന്തധികാരത്തിൽ ഒരാൾ അനധികൃതമായി എന്തെങ്കിലും പൊതുപദവി കൈക്കലാക്കുന്നത് തടയാൻ വേണ്ടിയാണ്. ഏത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ പദവിയിലെത്തതെന്ന് കോടതി ചോദിക്കുന്നു.